DGP പ്രതിഷേധക്കാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. യഥാർത്ഥ രീതിയിൽ അന്വേഷണം നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് DGP സെൻകുമാർ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ ജീവൻകുമാർ നൽകും. ജീവൻ, എന്താണ് DGPയുടെ വാക്കുകൾ സംബന്ധിച്ച്? കുതിര കയറുന്നവർ അറിയാൻ എന്ന പേരിലാണ് DGP TP സെൻകുമാർ ഇപ്പോൾ ഇതിട്ടിരിക്കുന്നത്. ഇതിൽ പെരുമ്പാവൂരിൽ ജിഷ എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ രാജ്ഭവൻ മാർച്ചും പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിക്കുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കരുത് എന്ന് താല്പര്യമുള്ളവരാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ CBIയേക്കാൾ മുന്നിലാണ് കേരള പോലീസ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രതീഷ്, ജീവൻ, എന്താണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്താണ് DGP കുറിച്ചിരിക്കുന്നത്? DGP സെൻകുമാർ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. വേണ്ട രീതിയിൽ യഥാവിധി റിസൾട്ട് ഉണ്ടാകാതെ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണ് പ്രതിഷേധത്തിന് പിന്നിൽ എന്ന് വളരെ പ്രതിഷേധാർഹമായ ഒരു പ്രതികരണം DGP സെൻകുമാർ നടത്തിയിരിക്കുന്നു. DGP സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസ് 5 ദിവസം ഉറങ്ങിയത് മറന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നവർക്കെതിരെ DGP രംഗത്ത് വന്നിരിക്കുന്നു. പോലീസ് ഇരുട്ടിൽ തപ്പുന്ന പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ തള്ളിക്കളഞ്ഞ് ലാഘവ ബുദ്ധിയോടുകൂടി പോലീസ് 5 നാൾ ഇടപെട്ടതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും കളഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ആളുകൾക്ക് നേരെ DGPയുടെ വളരെ നിരുത്തരവാദപരമായ പ്രതികരണം വന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ജീവൻകുമാർ നൽകിയത്. ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് DGPയുടെ നിലപാട് കൂടി പോകുന്നു എന്ന് കേരളം സാക്ഷ്യപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമാണ്. DGP അവർക്ക് നേരെ DGPയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് DGP സെൻകുമാർ പ്രതികരിച്ചിരിക്കുന്നു. നീതിക്കൊരു തിരുനാളം, ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TVയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഴുകുതിരി പ്രതിജ്ഞ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മെഴുകുതിരി പ്രതിജ്ഞ നടക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊച്ചിയിൽ കുറുപ്പംപടി ജിഷയുടെ വീടിന് സമീപത്തുമാണ് മെഴുകുതിരി പ്രതിജ്ഞ. കോഴിക്കോട് ബീച്ചിലും ജിഷയ്ക്ക് വേണ്ടി അണിചേരൽ നടക്കും.